ജീവൻ രേഖയിലേക്ക് സ്വാഗതം. ഇന്ന് സ്ത്രീകളിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, എസ്പെഷ്യലി മെനോപോസിന് ശേഷം അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകൾ തരണം ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങളും അത് എങ്ങനെ വളരെ എളുപ്പത്തിൽ തരണം ചെയ്യാമെന്നും നമുക്ക് ഡോക്ടർ സ്മിതി സനലിനോട് ചോദിക്കാം. ഡോക്ടർ ധന്യ മിഷൻ ഹോസ്പിറ്റൽ പോട്ടയിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റ് ആണ്. ഡോക്ടർ, വെൽക്കം ടു ദിസ് പ്രോഗ്രാം. എനിക്കൊന്നും മെനോപോസ് എന്ന് പറയുന്ന എല്ലാ സ്ത്രീയുടെയും ജീവിതത്തിൽ വരേണ്ട ഒരു കാര്യമാണ്. അത് വരികയും ചെയ്യും, നമ്മൾ എന്ത് ചെയ്താലും വരാതിരിക്കത്തില്ല. പക്ഷെ അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്നാണ് പലർക്കും അറിയാത്തത്. പലരും മെനോപോസിനെ പറ്റി ഓർക്കുമ്പോൾ പേടിയാണ്, അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ. എല്ലാവരും ഈവൻ ഈ സർജറിക്ക് വരുന്ന പേഷ്യൻസ് തന്നെ ചോദിക്കും, ഡോക്ടറെ ഓവറി അല്ലെങ്കിൽ യൂട്രസ് എടുത്ത് മാറ്റിയാലോ, വണ്ണം വെക്കുവോ, അല്ലെങ്കിൽ അതിൻ്റെതായ സ്ത്രീത്വം പോവോ, അങ്ങനത്തെ പല സംശയങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ പൊതുവെ ആർത്തവ വിരാമം ഏത് പ്രായത്തിലാണ് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ സാധാരണ കണ്ടുവരുന്നത്? ആർത്തവ വിരാമം രണ്ടു തരത്തിലുണ്ടാകാം. ഡോക്ടർ പറഞ്ഞ തരത്തിൽ തന്നെ ഒന്നല്ലെങ്കിൽ അതൊരു സർജിക്കൽ മെനോപോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ പല കാരണങ്ങൾ കൊണ്ട് ഫൈബ്രോയിഡ് അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് അങ്ങനെ പല അസുഖങ്ങൾ കാരണം യൂട്രസ് എടുത്തു കളയേണ്ട ഒരു സിറ്റുവേഷൻ വരാം. അപ്പൊ അതൊരു സർജിക്കൽ മെനോപോസ് ആണ്. സർജിക്കൽ മെനോപോസ് എന്ന് പറഞ്ഞാൽ ഒരു സഡൻ ഇവന്റ് ആണ്, പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവമാണ്. അതിനുപരിയായിട്ട് നാച്ചുറൽ മെനോപോസ് ഉണ്ട്. അതിങ്ങനെ പതുക്കെ 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 ഒരു 52-53 വയസ്സിൽ സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. മെനോപോസിന്റെ ഏജ് ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേമാതിരി മെനാർക്കിയുടെ ഏജ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന മാതിരി തന്നെ ഇപ്പൊ ഒരു ആവറേജ് ഏജ് നോക്കിയാൽ 53 വയസ്സാണ് ഇപ്പോഴത്തെ മെനോപോസിന്റെ ഏജ്. അപ്പൊ ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ ഈ 53 വയസ്സിൽ എത്തുന്നതിന് മുമ്പ് ഒരു 10 years ബാക്ക് മുമ്പ് ഈ ഹോൾ പ്രോസസ്സ് നമ്മുടെ ബോഡിയിൽ തുടങ്ങിയിരിക്കും. ഒരു 40 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഓവറി പതുക്കെ ഓവുലേഷൻ നിന്ന് തുടങ്ങും. ഓവുലേഷൻ നിന്ന് തുടങ്ങുന്നതിന്റെ ഫലമായിട്ട് പ്രൊജസ്ട്രോണിന്റെ അളവ് ഇല്ലാതായിക്കൊണ്ടിരിക്കും. അപ്പോൾ തന്നെ നമ്മുടെ പീരിയഡ്സ് ഇറഗുലർ ആയി തുടങ്ങും, ബോഡിയിൽ പല മാറ്റങ്ങൾ വന്നു തുടങ്ങും. അങ്ങനെ ഒരു 5 to 10 years പീരീഡ് കൊണ്ടാണ് നമ്മളൊരു നാച്ചുറൽ മെനോപോസിൽ എത്തുന്നത്. ഡോക്ടർ പറഞ്ഞതുപോലെ ഇറഗുലർ പീരീഡ്സ് വരാറുണ്ട്. ഐദർ ചിലപ്പം പീരീഡ്സ് കൂടുതലായിരിക്കും വരുന്നത്, ഇല്ലെങ്കിൽ ചിലപ്പം 2 മാസം 3 മാസം കൂടുമ്പോൾ ഒരിക്കൽ പീരീഡ്സ് വരികയാണ് ചെയ്യുന്നത്. അതല്ലാതെ തന്നെ അവർക്ക് മാനസികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാണാറുണ്ട്. ചില ഇപ്പൊ വീട്ടിൽ നോക്കുകയാണെങ്കിൽ തന്നെയും ചില മക്കൾ വന്നിട്ട് പറയും, അമ്മ പണ്ടത്തെ പോലൊന്നും അല്ല, ഇപ്പം പെട്ടെന്ന് ദേഷ്യം വരുന്നു, അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? 40 വയസ്സ് കഴിഞ്ഞ് പെരിമെനോപോസിലേക്ക് അടുക്കുമ്പോഴേക്കും നമ്മുടെ ഹോർമോൺ ലെവൽസ് ഫ്ലക്ച്വേറ്റ് ചെയ്തു തുടങ്ങും. അതാണ് ഈ മാനസിക ഡിഫറൻസസ് വരുന്നതിന്റെ മെയിൻ റീസൺ അതാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ പല ഹോർമോൺസ് ഉണ്ട്, സെറട്ടോണിൻ അങ്ങനെ പേരുള്ള ഹോർമോൺസ് ഉണ്ട്. അതിന്റെ ഈ ഫ്ലക്ച്വേറ്റിംഗ് ലെവൽസ് കാരണം നമുക്ക് മൂഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു കാരണമില്ലാണ്ട് നമുക്ക് കരച്ചിൽ വരും, അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടാവും. അതിനുപരിയായിട്ട് വേറെ തോന്നാറുള്ളത് ഒരു സെൻസ് ഓഫ് സെൽഫ് വർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിംഗ്. അത് പ്രോബബ്ലി അസോസിയേറ്റഡ് വിത്ത് ഏജിങ്ങും ആകാം. എനിക്ക് ഇനി പ്രായമായി, എന്നെ കാണാൻ ഭംഗി കുറഞ്ഞു വന്നു, എന്നെ കൊണ്ട് ഇനി ആർക്കും മക്കൾക്ക് ഇനി എന്നെ ആവശ്യമില്ല. അതിനോടനുബന്ധമായിട്ടൊരു സിൻഡ്രോമാണ് എംപ്റ്റിനെസ് സിൻഡ്രോം എന്ന് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഒരു 40-45 ആകുമ്പോഴേക്കും പിള്ളേരൊക്കെ സ്വന്തം കാലയിൽ നിൽക്കാറായി, അവർ മിക്കവാറും വല്ല പ്രൊഫഷണൽ കോളേജിലൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ വീട്ടില് പിള്ളേരൊക്കെ വീട് വിട്ടു പോയി. അപ്പൊ അതിനാണ് എംപ്റ്റിനെസ് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ പ്രത്യേകിച്ചൊന്നും ഇവർക്ക് ചെയ്യാനില്ല, അങ്ങനെ ഒരു മുന്നോട്ട് നോക്കാനും ഒരു ഹോപ്പോ ഒന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഈ പെരിമെനോപോസ് അല്ലെങ്കിൽ മെനോപോസ്. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഇപ്പം ഹോർമോൺസിന്റെ ഒരു സന്തുലിതാവസ്ഥ, അതായത് ബാലൻസ് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം ഈ ഒരു സമയത്ത് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് ആണോ അതോ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് ആവശ്യം വരുന്നത്? ആക്ച്വലി ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ഗൈനക്കോളജിസ്റ്റ് തന്നെയാണ് പ്രൈമറി ഫിസിഷ്യൻ. അപ്പോൾ ആദ്യം എപ്പോഴും ഈവൻ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു ചുമയാണെങ്കിൽ പോലും നമ്മൾ ഓപ്പറേഷൻ ചെയ്ത പേഷ്യന്റ് നമ്മുടെ അടുക്കായിരിക്കും ആദ്യം വരിക. അപ്പൊ അത് ഗൈനക്കോളജിസ്റ്റിന്റെ ജോലിയാണ് ഇത് എന്താണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കുക. മൈൽഡ് കേസസിൽ നമുക്ക് തന്നെ ട്രീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. കുറെയൊക്കെ കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് ഇങ്ങനെ ഹോർമോണിന്റെ ബാലൻസ് തെറ്റുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അതുകൊണ്ട് നിങ്ങൾ അലാംഡ് ആവേണ്ട കാര്യമൊന്നുമില്ല, ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്, ഇതിൽ കൂടെ നമ്മളെല്ലാവരും കടന്നു പോകേണ്ടവരാണ്. അപ്പൊ അങ്ങനെ കുറച്ച് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക. അതേമാതിരി തന്നെ ഫാമിലി മെമ്പേഴ്സിനെ, ചിലപ്പോൾ ഹസ്ബൻഡ് മനസ്സിലാവില്ല ഇത് എന്ത് ഈ പെട്ടെന്ന് ചൂടാവുന്നതെന്നൊന്നും, അത്രയും നാളും അങ്ങനെയൊന്നും ചെയ്യാത്ത ആള് ചെയ്യുമ്പോൾ മനസ്സിലാവില്ല. അപ്പൊ അവരോടും മക്കളോടും ഒക്കെ ഇത് ഇങ്ങനത്തെ ഒരു ടൈമാണ്, അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അതേമാതിരി ആ അവയർനെസ് കിട്ടിയാൽ തന്നെ ചിലർക്ക് അതിന്റെ ആവശ്യമുള്ളൂ. ഇനി ചിലർക്ക് ചിലപ്പോൾ ചില മരുന്നിന്റെ ആവശ്യം വരും. എസ്പെഷ്യലി SSRIs എന്ന് വെച്ചാൽ സെറട്ടോണിൻ സെലക്റ്റീവ് സെറട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ നല്ല ഹോർമോൺ പ്ലസന്റ് ഹോർമോൺസിന്റെ ലെവല് കൂടും. അപ്പൊ
അവർക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസിൽ നിന്നൊക്കെ കുറെ റിലീഫ് കിട്ടും. അതിനുപരിയായിട്ട് വേറൊരു കാര്യം ചെയ്യാവുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വേറെ അതർ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എന്ന് പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞു പിള്ളേര് സ്കൂളൊക്കെ കഴിഞ്ഞ് ഒരു പ്രൊഫഷണൽ കോളേജിലൊക്കെ പോകുന്ന ഒരു സമയമാണ്. അപ്പൊ ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഈ സമയത്ത് ചില ക്രിയേറ്റീവ് ഹോബീസ് ഉണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള ഹോബി ആവാം. സപ്പോസ് ഇപ്പം ഗാർഡനിങ് നല്ല വശമുള്ള സ്ത്രീ ആണെങ്കിൽ ഗാർഡനിങ് ചെയ്യുക. അപ്പൊ അത് ഒരു സ്വന്തം നട്ട് ഒരു സാധനം ഉണ്ടായി വരുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു വളരെ സുഖമായിട്ട് തോന്നും. അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റിച്ചിങ് ഇഷ്ടമാണോ അവർക്ക് അത് ചെയ്യാം. എന്തെങ്കിലും ക്രിയാത്മകമായ ഒരു ഹോബി ഒക്കെ ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ എൻഗേജ്ഡ് ആകുകയും ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം ഈ ഒരു സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ട് വരികയും ചെയ്യും. ഈ മെനോപോസിന് ശേഷം ഉള്ള പലർക്കും മെനോപോസ് അതല്ലെങ്കിൽ ആർത്തവ വിരാമത്തിന് ശേഷം ഇനിയൊരു ചെക്കപ്പും വേണ്ട, മെൻസസ് ഒക്കെ നിന്നില്ലേ എന്നുള്ളൊരു ചിന്താഗതിയാണ്. പക്ഷെ അപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ചെക്കപ്പിന്റെ ആവശ്യം വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്ത്രീകളിൽ റെഗുലർ ആയിട്ട് അവർ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ആക്ച്വലി ഇന്നത്തെ കാലത്ത് നമ്മൾ മെനോപോസിന് ശേഷമാണ് നമ്മുടെ ലൈഫിന്റെ 1/3 സ്പെൻഡ് ചെയ്യുന്നത്. ബിക്കോസ് ലൈഫ് സ്പാൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇന്നത്തെ ലൈഫ് സ്പാൻ വെച്ച് നോക്കിയാൽ ഒരു 78 വയസ്സാണ് ആവറേജ് കേരളത്തിലെ സ്ത്രീകള് ലൈഫ് സ്പാൻ 78 ഇയേഴ്സ് ആണ്. അപ്പോ മെനോപോസ് 50 വയസ്സിൽ കഴിഞ്ഞാൽ ഒരു 28 വർഷം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പൊ അതിന് നമ്മൾ ഒരു പ്രിപ്പറേഷനൊക്കെ എടുത്താലേ നമുക്ക് ഈ ബാക്കി 1/3 ലൈഫ് സുഖകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെയാ പ്രിപ്പറേഷൻ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഞാൻ പറയാ ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ എല്ലിനുള്ള ബലക്ഷയമാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. ഇപ്പൊ വെസ്റ്റേൺ കൺട്രീസിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസിനെ 5th കോസ്റ്റ്ലിയസ്റ്റ് ഡിസീസ് എന്നാണ് പറയുന്നത്. ആദ്യം ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ് അതൊക്കെയാണ്. 5ാമത്തെ ഓസ്റ്റിയോപോറോസിസ് ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഓസ്റ്റിയോപോറോസിസ് വന്ന് ഒരു എല്ല് എക്സ്പെഷ്യലി ഹിപ്പിന്റെ എല്ലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ബെഡ് റിഡൻ പേഷ്യന്റ് ആയി മാറുകയാണ്. അപ്പൊ നമ്മൾ സൊസൈറ്റിക്ക് ഒരു ബേർഡൻ, ഫാമിലിക്ക് ഒരു ബേർഡൻ, എല്ലാവർക്കും ഒരു ബേർഡൻ ആയി മാറി തീരുകയാണ്. അപ്പൊ ഓസ്റ്റിയോപോറോസിസ് അത് നമ്മളെ പ്രിവെന്റ് ചെയ്യുകയാണ് ട്രീറ്റ് ചെയ്യണേക്കാളും എപ്പോഴും നല്ലത്. അപ്പൊ അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാൽഷ്യത്തിന്റെ ഇൻടേക്ക് 40 വയസ്സ് കഴിഞ്ഞാൽ കാൽഷ്യത്തിന്റെ ഇൻടേക്ക് വളരെ അത്യാവശ്യമാണ്. മെനോപോസിനനുബന്ധിച്ച് 1300 മില്ലിഗ്രാം കാൽഷ്യത്തിന്റെ റിക്വയർമെന്റ് ബോഡിയിലുണ്ട്. അപ്പൊ എല്ലാരും പറയും ഞങ്ങൾ പാല് കുടിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് പാല് കുടിച്ചാൽ 300 മില്ലിഗ്രാം കാൽഷ്യമാണ് കിട്ടുന്നത്. നമ്മുടെ ഇന്ത്യൻ ഡയറ്റ് പൊതുവെ കാൽഷ്യത്തിൽ കുറവാണ്. വെസ്റ്റേൺ ആൾക്കാർ കൂടുതൽ പാലും പാലിന്റെ ഡയറി പ്രോഡക്ട്സും ഇഷ്ടം പോലെ കഴിക്കും. പക്ഷെ നമ്മുടെ നോർമൽ ഡയറ്റ് കൂടുതൽ ചോറ് അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ കൂടുതൽ കഴിക്കുക. അതിലൊന്നും കാൽഷ്യം ഇല്ല. അപ്പൊ കാൽഷ്യം ഗുളികയായിട്ട് തന്നെ കഴിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് പാല് കുടിച്ചാൽ 300 മില്ലിഗ്രാം കാൽഷ്യമാണ് കിട്ടുന്നത്. അപ്പൊ 1300 മില്ലിഗ്രാം കാൽഷ്യം കിട്ടണമെങ്കിൽ നമുക്ക് 4 ഗ്ലാസ് പാലൊന്നും പ്രാക്ടിക്കലി കുടിക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതിനുപരിയായിട്ട് വേറൊരു കാര്യം, എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴാണ് വരുന്നത്. 40 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ ബോഡി കുറേ കൂടി സ്ലോ ആകുക ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ BMR അല്ലെങ്കിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് കുറച്ച് താഴേക്ക് വരും. അങ്ങനെ താഴേക്ക് വരുന്ന ബേസൽ മെറ്റബോളിക് റേറ്റ് ലൈക്ക് വണ്ടിയുടെ ആക്സിലറേറ്റർ മാതിരിയാണ്. അത് പതുക്കെ താഴേക്ക് സ്പീഡ് കുറയുമ്പോൾ നമ്മൾ ഒന്ന് ചവിട്ടി കൊടുത്തില്ലെങ്കിൽ നമുക്ക് പഴയ സ്പീഡിൽ ഓടാൻ പറ്റില്ല. അപ്പൊ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് എന്തെങ്കിലും വ്യായാമം ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ പുറത്തൊന്നും നടക്കാൻ പോകാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അവരുടെ ഹാളിൽ 1 മണിക്കൂർ സമയം നമുക്ക് TV കണ്ടുകൊണ്ട് നടക്കുക തന്നെ ചെയ്യാം. അങ്ങനെ ചെയ്താൽ പോലും ഒരു 1 hour വാക്ക് മസ്റ്റായിട്ട് ചെയ്താൽ തന്നെ ഈ കഴിക്കുന്ന കാൽഷ്യം നമ്മുടെ ബോൺസിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധിവരെയൊക്കെ ഓസ്റ്റിയോപോറോസിസ് പ്രിവെന്റ് ചെയ്യാനും പറ്റും. ഡോക്ടർ, ഈ ഓസ്റ്റിയോപോറോസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു 40 വയസ്സിന് ശേഷമുള്ള എനിക്ക് തോന്നുന്നു OP-യിൽ വരുന്ന സ്ത്രീകളെല്ലാം പറയാം ഡോക്ടർ എനിക്ക് ദേഹം മൊത്തം വേദനയാണ്, അല്ലെങ്കിൽ നടുവേദനയാണ്, കാലിന് വേദനയാണ്. അതിനൊക്കെ ഒരു കാരണം ഈ ഒരു എല്ലിനുള്ള ഒരു ബലക്ഷയം തന്നെയാണെന്ന് തോന്നുന്നു. അതെ. അപ്പൊ ആക്ച്വൽ ഓസ്റ്റിയോപോറോസിസ് എത്തുന്നതിന് മുമ്പ് ചില വാർണിംഗ് സിഗ്നൽസ് ആണ് ഈ അവിടെയുള്ള വേദനകൾ, കൈവേദന, മുട്ടുവേദന, കാലുവേദന, അതൊക്കെ ഒരു വാർണിംഗ് സിഗ്നൽസ് ആണ്. അപ്പൊ അതൊന്നും പൊതുവെ ഇപ്പൊ നമ്മുടെ സ്ത്രീകൾ അതൊക്കെ അത് എല്ലാവർക്കും ഉള്ളതാണെന്നും പറഞ്ഞതങ്ങ് നമ്മളങ്ങ് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി ഒരു 40+ ആകുമ്പോഴേക്കും നമ്മൾ ഒരു ആവശ്യമുള്ള കാൽഷ്യം ഇൻടേക്ക് ചെയ്യുകയും അതിനൊപ്പം തന്നെ ഞാൻ പറഞ്ഞ തരത്തിൽ ബ്രിസ്ക് വാക്കിംഗ് അല്ലെങ്കിൽ എന്ത് ഫോം ഓഫ് എക്സസൈസും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ
നല്ല ഡിഫറൻസ് ഉണ്ടാവും. ആദ്യം മസിലിന്റെ ആ പെയിൻസും എയ്ക്സും ഒക്കെ കുറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനുപരിയായിട്ട് ആ ഓസ്റ്റിയോപോറോസിസ് ഭാവിയിൽ പ്രിവെന്റ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം, ചില സ്ത്രീകൾ ഈ ഓസ്റ്റിയോപോറോസിസിന് കൂടുതൽ പ്രോണാണ്. ഫോർ എക്സാമ്പിൾ തിൻ ബിൽഡ്, ചിലര് ഒരു 50 കിലോ ഒക്കെ ഉള്ളൂ, വളരെ മെലിഞ്ഞിരിക്കുന്ന അവര്. അതേമാതിരി ഡെലിവറി ചെയ്യാത്ത സ്ത്രീകൾ, പിന്നെ ഫാറ്റ് കൂടുതലുള്ള സ്ത്രീകൾക്ക് ആക്ച്വലി പറഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസ് കുറച്ച് കുറവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ കൂടി ഒരു മെച്ചം വണ്ണം കൂടിയൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്ട്രജന്റെ അളവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഓസ്റ്റിയോപോറോസിസ് അത്ര പെട്ടെന്ന് വരില്ല. ഇപ്പൊ ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റിംഗ് അവൈലബിൾ ആണ്. അപ്പൊ അത് നമുക്ക് ചെക്ക് ചെയ്താൽ നമ്മുടെ പൊസിഷൻ എവിടെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് ഇപ്പൊ ബോൺ മിനറൽ ഡെൻസിറ്റി കുറവാണെങ്കിൽ വെറും കാൽഷ്യം കഴിച്ചാൽ മാത്രം പോരാ, അതിനുള്ള പ്രത്യേക ട്രീറ്റ്മെന്റുകളുണ്ട്. അത് ടാബ്ലറ്റ്സ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഇഞ്ചക്ഷനും ഇന്ത്യയിൽ അവൈലബിൾ ആണ്. വളരെ കോസ്റ്റ്ലി ഒന്നുമല്ല, ഒരു വർഷത്തേക്ക് ഒരു 2500 rupees കാര്യമുള്ളൂ. അത് നമുക്ക് ഭാവിയിൽ ഈ എല്ല് ഒടിയാതിരിക്കാനും അങ്ങനെ ഒരു വലിയ ഡേഞ്ചർ അവോയ്ഡ് ചെയ്യാനും നമുക്ക് അതുകൊണ്ട് പറ്റും. അപ്പം ഈ ബോൺ ഡെൻസിറ്റോമെട്രി അല്ലെങ്കിൽ ബോൺ മിനറൽ ഡെൻസിറ്റി ചെക്ക് ചെയ്താൽ നമുക്കൊരു പരിധി വരെ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടോ എന്നും അത് പ്രിവെന്റ് ചെയ്യാനും കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി ഒരു പെരിമെനോപോസൽ അല്ലെങ്കിൽ മെനോപോസിന് ശേഷം സ്ത്രീകൾക്ക് വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഏജിങ്ങിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ കൂടുതൽ കണ്ടുവരുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. അപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള്, ഇത് മൂന്നും വളരെ കോമൺ ആണ്. പിന്നെ തൈറോയിഡും. അപ്പോൾ ഒരു 40 years ഒക്കെ കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ നമ്മൾ നോക്കിയില്ലെങ്കിൽ നമ്മൾ അറിയില്ല. പലപ്പോഴും ഷുഗറൊക്കെ അങ്ങേയറ്റം എത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു കാര്യത്തിന് ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ ഷുഗർ ഉണ്ടല്ലോ എന്നറിയുന്നത്. അപ്പൊ അത് ഒരു ഇയർലി ബേസിസിൽ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒന്ന് റൂൾ ഔട്ട് ചെയ്യുക. പിന്നെ അതിന് പുറമെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാവുന്നത് ഈ ഫൈബ്രോയിഡ്, അങ്ങനെ പല പ്രശ്നങ്ങളും, ബ്ലീഡിങ് കൂടുതലൊക്കെ ഉണ്ട്. നമുക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇയർലി ഒരു പെൽവിക് സ്കാൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയുള്ളൂ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് അറിയുള്ളൂ. പിന്നെ വേറൊരു കാര്യം, പാപ്സ്മിയർ ടെസ്റ്റ് ഉണ്ട്. ദാറ്റ് ഇസ് നമ്മൾ സെർവിക്സ് യൂട്രസിന്റെ മൗത്ത്, ദാറ്റ് ഇസ് സെർവിക്സിൽ നിന്ന് നമ്മളൊരു സ്മിയർ എടുത്തിട്ട് പരിശോധനയ്ക്ക് അയച്ചാൽ ഇത് വളരെ ഏർലി ആയിട്ട് എന്തെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു പാപ്സ്മിയർ ടെസ്റ്റ്, പെൽവിക് സ്കാൻ, പിന്നെ നമ്മൾ റുട്ടീൻ നമ്മുടെ കൊളസ്ട്രോള്, ഷുഗർ, പിന്നെ BP ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. അതേമാതിരി തൈറോയിഡും സ്ത്രീകളിൽ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ്. അതുകൊണ്ട് തൈറോയിഡ് TSH, വെറും ഒരു TSH നോക്കിയാൽ നമുക്ക് തൈറോയിഡിന്റെ ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും. അതും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഈ മെനോപോസ് ആയ സ്ത്രീകൾക്ക്, അതായത് കുറച്ചൊക്കെ മെനോപോസൽ സിംറ്റംസ് ചിലർക്ക് കൂടുതലായിട്ട്, നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനെ സംബന്ധിച്ചോളം ചിലർ മെനോപോസുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പോകും. പക്ഷെ ചിലർക്ക് അത് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഹോട്ട് ഫ്ലഷസും, അതായത് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനത്തെ പല പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഇങ്ങനെയുള്ളവരിൽ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറപ്പി എത്രത്തോളം എഫക്റ്റീവ് ആണ്? ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറപ്പി ആക്ച്വലി പറഞ്ഞാൽ ഇങ്ങനെയുള്ള കേസസ് വളരെ എഫക്റ്റീവ് ആണ്. നമ്മളൊരു ഷോർട്ട് കോഴ്സ്, ഒരു 3 months ഇത് ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പേഷ്യന്റ് തിരിച്ചു എന്ന് പറയും, മാഡം ഐ എം സോ റിലീവ്ഡ്, ഇപ്പോഴാണൊന്ന് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നത്. അതൊരു ഭയങ്കര ഡിഫറൻസ് ആണ്. അപ്പൊ അത് വളരെ ഇഫക്റ്റീവ് ആണ്. പക്ഷെ അതിന് ഈ ഹോർമോൺ റീപ്ലേസ്മെന്റിനെ പറ്റി മീഡിയയിൽ ഒത്തിരി പബ്ലിസിറ്റി വന്നുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. അതേമാതിരി ഡോക്ടേഴ്സിനും പേടിയാണ്. അതൊരു ഭയങ്കര, അമേരിക്കയിൽ ഒരു വലിയ കോലിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ് ഈ ഹോർമോൺ റീപ്ലേസ്മെന്റ്. പക്ഷെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ അങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം അമിതമായിട്ട് യൂസ് ചെയ്താൽ അതിനൊരു ബാഡ് എഫക്റ്റ് ഉണ്ടാവും. ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള പേഷ്യന്റിന് കൊടുത്താൽ മതി. അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഫെമിനിൻ ഫോർ എവർ എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് വന്നു. എല്ലാ സ്ത്രീകളും നിത്യ യൗവനത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഈ ഗുളിക, ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്തവരും ഈ ഹോർമോൺ റിപ്ലേസ്മെന്റ് അങ്ങനെ തുടങ്ങി. അതൊരു വലിയൊരു എന്താ പറയുക, എവ്രിബഡി, ഓൾമോസ്റ്റ് ലിറ്ററലി എവ്രിബഡി വാസ് ടേക്കിംഗ് ഈ ഹോർമോൺസ് എടുക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നാച്ചുറലി അതിന്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മളിത് ആവശ്യമുള്ള പേഷ്യൻസ്, ഒത്തിരി ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് ഷോർട്ട് കോഴ്സ് 3 months കൊടുത്തു നോക്കുക. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചിലർക്ക് 6 months വരെ എടുക്കേണ്ടി വരും. പക്ഷെ 6 months ഒക്കെ എടുത്തു കഴിയുമ്പോഴേക്കും ആ പ്രോബ്ലംസ് ഒരുമാതിരിയൊക്കെ സോർട്ട് ഔട്ട് ആയി അത് പ്രശ്നം തീരുകയാണ് നമ്മൾ കണ്ടേക്കുന്നത്. എത്ര വർഷം വരെ അധികം പ്രശ്നമില്ല? ഇപ്പൊ ഒരു റെഗുലർ ആയിട്ടൊരു ഡോക്ടറിന്റെ അടുത്ത് ചെക്കപ്പ് അല്ലെങ്കിൽ ഫോളോ അപ്പ് ഉള്ള ഒരു പേഷ്യൻസ് എത്ര വർഷം വരെ കൊണ്ടുപോകാം?
ഹോർമോൺ റിപ്ലേസ്മെന്റ് ബേസിക്കലി നമ്മൾ 2-3 കാര്യങ്ങൾ നോക്കിയാൽ മതി. ഹോർമോൺ റിപ്ലേസ്മെന്റ് കൊണ്ട് ഉണ്ടാകുന്നത് എൻഡോമെട്രിയൽ ക്യാൻസർ, അതേമാതിരി ഒവേരിയൻ, ബ്രസ്റ്റ് ക്യാൻസർ, അതൊക്കെയാണ്. അപ്പം നമ്മൾ ആക്ച്വലി ഇയർലി ഒരു പെൽവിക് സ്കാൻ നോക്കി എൻഡോമെട്രിയത്തിന്റെ തിക്നെസ് കൂടുതലുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു സംഗതിയേ ഉള്ളൂ. അപ്പൊ ഒരു റെഗുലർ ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലും കൂടുതൽ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ ആ സിംറ്റംസ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെയും ലെസ് പ്രോബ്ലംസ് എല്ലാം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പൊ നമ്മളൊക്കെ സാധാരണ ഒരു 6 months കൂടുതലൊന്നും കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. ഈ ഡോക്ടർ പറയുന്നുണ്ട് ഈ ഡയറ്റിൽ മെനോപോസിന് ശേഷം കാൽഷ്യം റിച്ച് ഡയറ്റ്, അതേപോലെ തന്നെ കാൽഷ്യം സപ്ലിമെന്റേഷൻ, അതുപോലെ തന്നെ ഈസ്ട്രോജൻ കൂടുതൽ, കാരണം മെനോപോസ് എന്ന് പറയുമ്പോൾ ഈസ്ട്രോജൻ വളരെ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. ഈസ്ട്രോജൻ കൂടുതലുള്ള ഡയറ്റുകൾ എന്തൊക്കെയാണ് ഒരു പേഷ്യന്റിനോട് കഴിക്കാം? നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് ചേന, ചേമ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഐസോഫ്ലേവൻസ് വളരെ ഹൈ കണ്ടന്റ് ഉണ്ട്. ഇതെങ്ങനെയാ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനില് സ്ത്രീകൾക്ക് ഈ ഹോട്ട് ഫ്ലഷസ് വളരെ കുറവാണ്. ബിക്കോസ് അവരുടെ ഡയറ്റിൽ ഈ ഐസോഫ്ലേവൻസ് നല്ല അളവിലുണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇതൊരു നാച്ചുറലി ഒക്കറിങ് ഈസ്ട്രജൻ ആണ്. അപ്പൊ അത് കഴിക്കുന്നവർക്ക് ഈ സിംറ്റംസ് വളരെ കുറവാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് പിന്നെയും റിസർച്ച് ചെയ്തൊക്കെ കണ്ടുപിടിച്ചത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സാധാരണ ചേന, ചേമ്പ്, പിന്നെ സോയാബീൻ ഒരു വളരെ നല്ല ഇതാണ്. സോയാബീന്റെ ഒരു 1 handful, ദാറ്റ് ഇസ് ഒരു 40 grams സോയാബീൻ നമ്മൾ ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ ആ പൊടിയിലിടുക, അല്ലെങ്കിൽ ദോശമാവ് ആട്ടുകയാണെങ്കിൽ അതിലിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ സോയ നമ്മുടെ അകത്ത് ചെന്നാൽ അതൊരു നാച്ചുറൽ ഈസ്ട്രജൻ ആണ്. അപ്പൊ നമുക്കൊരു ടെൻഷനും വേണ്ട, ഇനി ഇത് ക്യാൻസർ വരുമോ എന്നുള്ളൊരു പേടിയും വേണ്ട, അത് നാച്ചുറൽ ആണ്. അപ്പൊ അതിന് ഫൈറ്റോ ഈസ്ട്രജൻസ് എന്ന് പറയും. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു 40 വയസ്സിന് മേലുള്ള സ്ത്രീകള്, എസ്പെഷ്യലി 2-3 നോർമൽ ഡെലിവറീസ് ഒക്കെ കഴിഞ്ഞവരിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ ഗർഭപാത്രം താഴേക്ക് ഇറങ്ങുക എന്നുള്ളത്. പലരും ഇത് പുറത്ത് പറയാനുള്ള മടി കൊണ്ട് അതിങ്ങനെ കൊണ്ടു നടക്കുകയും ചെയ്യും. വല്ലാത്തൊരവസ്ഥയായി, നടക്കാൻ പറ്റുന്നില്ല, ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായി മാറുന്ന ഒരു അവസ്ഥയെ മാത്രമേ അത് ഡോക്ടറുമായിട്ട് കൊണ്ട് കാണിക്കാറുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളിൽ ഈ പ്രായമാകുമ്പോൾ ഗർഭാശയം താഴേക്ക് ഇറങ്ങി വരുന്നത്? ബേസിക്കലി നമ്മുടെ ഈ യൂട്രസും മൂത്രസഞ്ചിയൊക്കെ ഒരു പെൽവിക് ഫ്ലോർ എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറിനെയാണ് നിൽക്കുന്നത്. ഈ പെൽവിക് ഫ്ലോർ ഒരു ഇലാസ്റ്റിക് സ്ട്രക്ചറാണ്. അപ്പൊ നമ്മൾ ഈ പുതിയ റെഡിമെയ്ഡ് ഡ്രസ്സസ് ഒക്കെ മേടിക്കുമ്പോൾ അതിന്റെ ഇലാസ്റ്റിക് മേടിക്കുമ്പോഴൊക്കെ നല്ല ടൈറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് കുറച്ചു കാലം അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന്റെ ഇലാസ്റ്റിസിറ്റി അങ്ങ് കുറയും. അതേമാതിരി തന്നെ ഈ പെൽവിക് ഫ്ലോറിന്റെ ഇലാസ്റ്റിസിറ്റി ഒരു 2 ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഇത്തിരി റിലാക്സ്ഡ് ആവും. പിന്നെ ഇന്ന് കാലത്ത് സ്ത്രീകളൊന്നും അത്ര ഫിസിക്കൽ ലേബർ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ചോദിക്കും പണ്ട് കാലത്ത് 10 എങ്ങനെയാണ് ഡെലിവറി ചെയ്തിരുന്നതെന്ന്. പക്ഷെ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവർ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. ഇന്നൊക്കെ നമ്മൾ ചെറുപ്പം വളരെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു സെഡൻറ്ററി ലൈഫാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പെൽവിക് ഫ്ലോർ ഒന്നും അത്ര ഒത്തിരി സ്ട്രോങ് ഒന്നും അല്ല. അപ്പൊ ഒരു 2-3 ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ആദ്യം ആക്ച്വലി ഇറങ്ങി വരുന്നത് ബ്ലാഡർ ആണ് കൂടുതൽ ഇറങ്ങി വരുന്നത്. സിസ്റ്റോസീൽ എന്ന് പറയും. അതൊരു ഫോം ഓഫ് ഹെർണിയാണ്. ഹെർണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു തള്ളിച്ചയായിട്ട് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. അപ്പൊ ഇതുകൊണ്ട് എന്താ പ്രശ്നം ഉണ്ടാവണേന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രം ഇതിന്റെ ഉള്ളിൽ കെട്ടിക്കിടക്കും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ, കംപ്ലീറ്റ് അങ്ങ് മൂത്രം പോകത്തില്ല. അപ്പൊ കുറച്ച് മൂത്രം അവിടെ കെട്ടിക്കിടക്കും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് യൂറിനിൽ ഇൻഫെക്ഷൻ വരാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കുറേയും കൂടി കഴിഞ്ഞ് പിന്നെയും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പുറത്തേക്ക് നമുക്കൊരു മുഴ തരത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും. ആ അവസ്ഥയിലാണ് പലപ്പോഴും പേഷ്യൻസ് നമ്മുടെ ഇടയ്ക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ ബേസിക് റീസൺ ആ ഇലാസ്റ്റിസിറ്റി പോകുന്നതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് മരുന്നുകൊണ്ട് അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൂടി ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സർജറി ചെയ്ത് ആ ടെയർ ചെയ്ത് പോയ ആ ഫേഷ്യനെയൊക്കെ സൂച്ചർ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ച് ഫുള്ളി കറക്റ്റബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ മൂത്രസഞ്ചി ഇറങ്ങി വരുന്ന പ്രോബ്ലം, അതേമാതിരി യൂട്രസ് ഇറങ്ങി വരുന്ന പ്രോബ്ലം ഒക്കെ സർജിക്കലി നല്ല ഒരു 90% വരെ നന്നായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഡോക്ടർ പറഞ്ഞു ഈ പെൽവിക് ഫ്ലോ മസിൽസിന്റെ വീക്കനിങ് കൊണ്ടാണ് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞ് പലപ്പോഴും ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളോട് മീൻസ് വീട്ടിലുള്ളവർ പറയുന്നത് എണീക്കരുത്, നടക്കരുത് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അങ്ങനെ അപ്പോഴേ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്ക് ഡോക്ടർ കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്ക് നമ്മളെ കാലം മാറിയ ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കണം. അന്ന് കാലത്ത് സ്ത്രീകൾക്ക് ഒത്തിരി ജോലികൾ ഉണ്ടായിരുന്നു. അതേമാതിരി ഒരു 2-3 years കൂടുമ്പോൾ ഡെലിവറി ആയിരുന്നു. അപ്പൊ ഈ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന അവസരത്തിൽ മാത്രമേ കുറച്ച് റെസ്റ്റ് കിട്ടിയിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആരോ കാരണവന്മാർ 3 മാസത്തേക്ക് ഇനി അനങ്ങരുത് എന്നുള്ള ഒരു സ്ട്രിക്റ്റ് റൂൾ അങ്ങ് പാസ്സാക്കിയത്. അത് സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടിയാ പറഞ്ഞത്.
പക്ഷെ ഇന്ന് കാലത്ത് അങ്ങനെ ഒരു റെസ്റ്റിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് വെള്ളം കോരുന്നില്ല, നെല്ല് കുത്തുന്നില്ല, അരി ആട്ടുന്നില്ല, ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു വലിയ ഡീറ്റെയിൽഡ് റെസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. ആക്ച്വലി മോഡേൺ സയൻസിൽ ഏർലി ആംബുലേഷൻ ആണ് പറയുന്നത്. നമ്മൾ സിസേറിയൻ കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ എൻപിച്ച് നടത്തിക്കുകയാണ്. നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ എന്തായാലും പിറ്റേ ദിവസം തന്നെ എനിക്ക് നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ ബ്ലഡ് ഫ്ലോ എല്ലായിടത്തേക്കും നന്നായിട്ടുണ്ടാവും. അപ്പൊ ബ്ലഡ് ക്ലോട്ട് പ്രിവെന്റ് ചെയ്യാനും വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ വെയിൻസിലൊക്കെ ക്ലോട്ട്സ് വരും, അതിനെയാണ് ത്രോംബോ എംബോളിക് ഫെനോമിന ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഏർലി ആംബുലേഷൻ അല്ലെങ്കിൽ നേരത്തെ നടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതിൽ മാത്രമല്ല പെൽവിക് ഫ്ലോർ എക്സസൈസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ പെൽവിക് ഫ്ലോർ എക്സസൈസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ആ പെൽവിക് മസിൽസ് ഒരു പരിധി വരെയൊക്കെ അതിന്റെ മസിൽ ടോൺ റീഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കൾച്ചറും നമ്മൾ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ എക്സസൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സംഗതിയാണ്. വയറിന്റെ മസിൽ ടോൺ ഇംപ്രൂവ് ചെയ്യാനും അതേമാതിരി പെൽവിക് ഫ്ലോറിന്റെ മസിൽസിന്റെ ടോൺ ഇംപ്രൂവ് ചെയ്യാനും ഇത് വളരെയധികം സഹായിക്കും. ഗെറ്റിംഗ് ബാക്ക് ടു ഷേപ്പ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ കൾച്ചർ തല തിരിച്ചാണ്. ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഉരുണ്ടൊക്കെ വന്നില്ലെങ്കിൽ പറയും മോളെ ശരിക്കും നോക്കിയില്ലേ, ശരിക്കും ഒന്നും ഭക്ഷണമൊന്നും കൊടുത്തില്ലേ എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ അതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ബിക്കോസ് ഇത് എക്സസൈസ് ചെയ്ത് തിരിച്ച് പഴയ ഷേപ്പിലേക്ക് ആകുക എന്നുള്ളതാണ് മോർ ഇമ്പോർട്ടന്റ്. ഈ പ്രൊലാപ്സ് പ്രിവെന്റ് ചെയ്യാൻ കീഗിൾസ് എക്സസൈസ് പറയാറുണ്ടല്ലോ. അപ്പൊ അത് ഡെലിവറി കഴിഞ്ഞ് എത്ര നാള് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? ഇപ്പൊ നോർമൽ ഡെലിവറി ആണെങ്കിൽ താഴെ സ്റ്റിച്ചൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു 2 to 3 months കഴിയുമ്പോഴേക്കും ആ സ്റ്റിച്ചൊക്കെ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. നമ്മൾ ആക്ച്വലി പോയി കഴിഞ്ഞാൽ ബാത്റൂമിൽ പോയിരുന്ന് യൂറിൻ പാസ് ചെയ്യാൻ നോക്കുക. യൂറിൻ പാസ് ചെയ്തിട്ട് പെട്ടെന്ന് അത് പിടിച്ചു നിർത്താൻ നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഏത് മസിൽ ഇറുക്കിയാലാണ് ആ മൂത്രത്തിന്റെ സ്ട്രീം നിൽക്കുകയെന്ന്. അല്ലാണ്ട് നമുക്കിത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ആ എക്സസൈസ് ചെയ്യാം. ബിക്കോസ് വെറുതെ ഇരിക്കുമ്പോഴും ഈ മസിലിനെ ടൈറ്റ് ആക്കാൻ റിലാക്സ് ചെയ്യുക, ടൈറ്റ് ആക്കാൻ റിലാക്സ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആക്ച്വലി പറയുന്ന ഒരു 100 പ്രാവശ്യം ഡെയിലി അത് ഒരു 6 months ചെയ്തു കഴിഞ്ഞാൽ പെൽവിക് ഫ്ലോ മസിൽസ് വളരെ ബാക്ക് ടു നോർമൽ ടോൺ വരും എന്നാണ് പറയുന്നത്. കാരണം പലപ്പോഴും ഫിസിക്കൽ ഫിറ്റ്നസിനൊക്കെ പോയാൽ എല്ലാവരും ബാക്കിയുള്ള ഭാഗങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. ഈ പെൽവിക് ഫ്ലോർ മസിൽസിന്റെ ഒരു എക്സസൈസിനെ പറ്റി ആരും പറഞ്ഞു കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഒത്തിരി കോമൺ ആണ്. ഇപ്പൊ ഒരു 2-3 ഡെലിവറി കഴിഞ്ഞ് ഒത്തിരി സ്ത്രീകൾക്ക് ഇപ്പോൾ സിസ്റ്റോസീൽ ആയിട്ട് പലരും വരുന്നുണ്ട്. അതേമാതിരി തന്നെയാണ് വേറൊരു സംഗതിയാണ് മൂത്രം ചുമയ്ക്കോ തുമ്മോ ചെയ്യുമ്പോൾ അറിയാണ്ട് പോകുന്ന ഒരു പ്രോബ്ലം. അതിനെ സ്ട്രെസ് ഇൻകോൺഫിഡൻസ് എന്ന് പറയും. അതും ഈ സെയിം സംഗതി തന്നെയാണ്. ആ ഇലാസ്റ്റിസിറ്റി പോകുന്നതുകൊണ്ട് തന്നെ വരുന്ന ഒരു ഇതാണ്. അപ്പൊ അതിനെയും ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഈ കെഗിൾസ് എക്സസൈസ് ചെയ്തിട്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഒരു പെരിമെനോപോസൽ സ്ത്രീകൾ, അതായത് മീൻസ് ആർത്തവം നിൽക്കുന്നതിന് മുമ്പ് അതുപോലെ തന്നെ നിന്നതിന് ശേഷമുള്ള സ്ത്രീകളോടും ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ഈ മെനപ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റിപ്രൊഡക്റ്റീവ് ലൈഫിന്റെ എൻഡായിട്ട് മാത്രം നമ്മൾ കൂട്ടിയാൽ മതി. പലരും, ഞാൻ ഒരു സ്ലോഗൻ മനസ്സിലോർക്കാണ്, ലൈഫ് ബിഗിൻസ് അറ്റ് 40. ഇപ്പൊ ആക്ച്വലി 40 വയസ്സ് വരെ നമ്മൾ പിള്ളേരുടെ കാര്യം, ഫാമിലിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ ഇൻവോൾവ് ആയി. ഇപ്പൊ പിള്ളേരൊക്കെ വലുതായി, ഇനിയാണ് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ തുടങ്ങാൻ പറ്റുന്ന ഒരു സമയമായിട്ട് നമ്മൾ അതിനെ എടുക്കണം. കുറെ നമുക്ക് വേണ്ടി ഇനി എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴേ പറ്റുള്ളൂ. ഇപ്പൊ 40-45 വരെയൊക്കെ ഇന്ത്യൻ സ്ത്രീകൾ അവരുടെ ഫാമിലി സിറ്റുവേഷൻസിൽ വളരെ ഇൻവോൾവ് ആണ്. ജോലിയുള്ള സ്ത്രീകളാണെങ്കിൽ ഒട്ടും പറയണ്ട, ജോലിയും ഫാമിലിയും എല്ലാം കൂടി മാനേജ് ചെയ്ത്. അപ്പൊ നമ്മുടെ ഒരു തീം ഇങ്ങനെയായിരിക്കണം: ഫിറ്റ് അറ്റ് 40, ഫിറ്റ് അറ്റ് 50, സ്ട്രോങ് അറ്റ് 60, സ്ട്രോങ് അറ്റ് 70 ആൻഡ് ഇൻഡിപെൻഡന്റ് അറ്റ് 80. 80 വയസ്സായാലും സ്വന്തം ഇൻഡിപെൻഡന്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു തീരുമാനത്തോടെ കൂടെ വേണം നമ്മൾ മെനപ്പോസിനെ നേരിടാൻ. അപ്പൊ അത് 80 വയസ്സാവുമ്പോൾ ആലോചിച്ചാൽ പറ്റില്ല. നമ്മൾ അത് ഒരു 40ൽ തന്നെ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കണം. നമ്മളൊക്കെ ഒത്തിരി നമ്മുടെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെ പോയി സ്ഥലം മേടിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ 80 വയസ്സ് വരെ വലിയ പ്രശ്നങ്ങളൊന്നും കൂടാണ്ട് ജീവിക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇത്രയും സമയം ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി വരികയും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി ഇത്രയും നല്ലൊരു ടോക്ക് തന്നതിനും വളരെ നന്ദിയുണ്ട്. താങ്ക് യു.